ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ ഉറക്കക്ഷീണം. അതായത് നമ്മൾ ഷെഡ്യൂളൊക്കെ അനുസരിച്ച് ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വായിക്കോട്ട വരുന്നു, ഉറക്കക്ഷീണം വരുന്നു. പിന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഓഫ്ലൈനിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഉറക്കക്ഷീണം. രാത്രി തന്നെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാലോ അപ്പോഴാണെങ്കിൽ ടേബിളിൽ ഇരിക്കുമ്പോഴേക്കും ഉറങ്ങിപ്പോവാണ്. സോ ഈ ഉറക്കക്ഷീണം നമ്മൾക്ക് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ ഫ്രഷ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരുന്ന് നമുക്ക് പഠിക്കാം. ബിക്കോസ് നമ്മൾ എത്ര സമയം, എത്ര ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതല്ല, ഈവൻ ഇഫ് ദാറ്റ്സ് ഫോർ ഒരു ചുരുങ്ങിയ സമയമാണെങ്കിലും, ഒരു 1 hour ആണെങ്കിൽ പോലും 2 hour ആണെങ്കിൽ പോലും നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും പ്രൊഡക്റ്റീവായ രീതിയിൽ പഠിക്കുന്നതാണ് നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുക, അല്ലെ? അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ വന്നത്. ഒരുപാട് മക്കൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണെന്ന് തോന്നി. അപ്പൊ ഈ ഉറക്കക്ഷീണം മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരാൾക്ക്, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ്, മിനിമം 6 hours, മാക്സിമം 8 to 10 hours ഒക്കെ ഉറങ്ങുന്നവരുണ്ട്. 8 hours ഒക്കെ എന്താണെങ്കിലും ഉറങ്ങിയിരിക്കണം. അപ്പൊ നിങ്ങൾ പറയും, മാം ഇത്രയും ഭയങ്കര ഷെഡ്യൂളാണ്, ഹെവി ഹെക്ടിക് ഷെഡ്യൂളാണ്, ഇതിൽ ഞാൻ എങ്ങനെയാണ് ഇത്രയും സമയം ഉറങ്ങുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം ഫോർ യുവർ എക്സാം. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് പഠിച്ചു പോവാണ്, നിങ്ങളുടെ എക്സാമുകൾ നടക്കുന്നുണ്ട്, നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അതിലൊരു ഉറക്കത്തിനൊക്കെ നല്ലൊരു സമയം നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അതായത് നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറില്ലേ, അതിലൊരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നു. 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി ഒരു 8 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ ബാക്കി ആക്ടിവിറ്റീസിനോ വേണ്ടിയിട്ടൊക്കെ ചെലവാക്കുന്നു. ഇനിയും ഒരു 8 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്, അല്ലെ? 16 മണിക്കൂർ നിങ്ങൾ എല്ലാത്തിനും ചെലവഴിച്ചു, ഉറങ്ങാനും ബാക്കി കാര്യങ്ങൾക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കുളിക്കാനും നമ്മുടെ റിലാക്സേഷനൊക്കെ. ഇനിയും ഒരു 8 മണിക്കൂർ ബാക്കിയുണ്ട്. അതിലും ശരിയാണ്, കുറേയൊക്കെ സമയം നമുക്ക് വേസ്റ്റ് ആയി പോകും. അതിലും ആ 8 മണിക്കൂറിനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 4 hours ഇൻ എ ഡേ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇറ്റ്സ് പോസിബിൾ. അതിന് നമുക്ക് വേണ്ടത് നല്ലൊരു പ്ലാനാണ്. ഞാൻ മുമ്പ് നിങ്ങൾക്ക് വന്ന സ്റ്റഡി പ്ലാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഉറക്കത്തിനെ കുറിച്ച് പറയാം. സോ ഈ ഉറക്കമാണ് ഒരു വില്ലൻ, അല്ലെ? എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സമാധാനമായിട്ട് പഠിച്ചു വരുമ്പം, അതായത് എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചു വരുമ്പം അതാ ഉറക്കം കയറി വരും. സോ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കാനിരിക്കുന്ന റൂം, നിങ്ങൾക്കൊരു റൂമൊക്കെ സെപ്പറേറ്റ് ആയിട്ടിരുന്ന് പഠിക്കാനുണ്ടെങ്കിൽ അതൊരു വെൽ ലൈറ്റഡ് റൂം ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പകൽ സമയത്ത് പഠിക്കുകയാണെങ്കിൽ കൂടുതലും നാച്ചുറൽ ലൈറ്റിൽ, ജനങ്ങളൊക്കെ തുറന്നിട്ട് നല്ല കാറ്റൊക്കെ വരുന്ന രീതിയിൽ ബ്രൈറ്റ് ലൈറ്റഡ് ആയിട്ടുള്ള റൂമിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം എയർ കണ്ടീഷൻ വേണ്ടാത്ത ഒരു സാഹചര്യമാണ്, അത്രയ്ക്ക് ചൂടില്ലെങ്കിൽ AC ഒക്കെ ഒഴിവാക്കി ചെറിയ ഫാനൊക്കെ ഇട്ട് ജനലുകളൊക്കെ തുറന്നിട്ട് പഠിക്കുന്നത്, നാച്ചുറൽ ലൈറ്റിൽ പഠിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഫ്രഷ് ആക്കി വെക്കാനും എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ക്ഷീണമൊക്കെ ഒഴിവാക്കാനൊക്കെ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ രാത്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ റൂമിൽ ബ്രൈറ്റ് ലൈറ്റ്, അതായത് നല്ല വെൽ ലൈറ്റഡ് ആയിട്ടുള്ള, ശരിക്കും വൈറ്റ് ലൈറ്റ് ആണ് അതിന് നല്ലത്. കാരണം യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ കളേർഡ് ലൈറ്റ്സ്, അങ്ങനെയുള്ള ടെക്സ്റ്റേർഡ് ലൈറ്റ്സ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ നിന്നും, അല്ലെങ്കിൽ ബ്ലിങ്കിങ് ലൈറ്റ്സ് ഒക്കെ ഉള്ള റൂംസും കുറെ ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, വായിക്കുമ്പം കണ്ണുകൾക്കും അത് സ്ട്രെയിൻ ആകും. പിന്നെ മിക്കവരും രാത്രി പഠിക്കുമ്പം മറ്റേ ടേബിൾ ലാമ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും വായിക്കുക, അല്ലെ? അപ്പൊ ചിലപ്പോൾ സെപ്പറേറ്റ് റൂം ഒന്നും ഇല്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ ഒരു റൂം, മറ്റുള്ളവർ ഉറങ്ങായിരിക്കും, അപ്പം നിങ്ങൾ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്ത് മക്കൾ ടേബിൾ ലാമ്പ് വെച്ചിട്ടായിരിക്കും വായിക്കുന്നത്. പക്ഷെ ടേബിൾ ലാമ്പ് ശരിക്കും ഭയങ്കരമായ ഡൾ ലൈറ്റ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഡൾ ലൈറ്റ്സിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഹോർമോൺ ഉണ്ട്, മെലറ്റോണിന്റെ പ്രൊഡക്ഷനെയൊക്കെ അത് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ലൈറ്റിങ്സ് ഒക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ ഉറക്കം വരികയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ പെട്ടെന്ന് ഉറങ്ങി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത്, അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അതായത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താനും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ബ്രൈറ്റ് ലൈറ്റിൽ പഠിക്കുകയും വേണം. അപ്പൊ നിങ്ങൾ ലൈറ്റ്, നിങ്ങളുടെ ടേബിൾ ലാമ്പ് ചൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് വൈറ്റ് ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ലാമ്പ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ആ ടേബിൾ ലാമ്പിന്റെ ലൈറ്റ് ഭയങ്കര ഡള്ളാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങളുടെ മൊബൈലിന്റെ ടോർച്ചോ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സൈഡിലേക്ക്, ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്, ഒരു സൈഡിലേക്ക് വെച്ച് കുറച്ചൊരു ബ്രൈറ്റ്നെസ് ആ ഏരിയയിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ചൂസ് ടു സ്റ്റഡി ഡ്യൂറിങ് ദ ഡേ ഇഫ് ദാറ്റ്സ് പോസിബിൾ. റീഡിംഗ് ഒക്കെ ഡ്യൂറിങ് ദ ഡേ ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ കുറെ പേരൊക്കെ നൈറ്റ് ഓൾസ് ആയിരിക്കുമല്ലോ, അപ്പം നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പം അങ്ങനെ ബ്രൈറ്റ് ലൈറ്റ്, വെൽ ലൈറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിൽ ഇരുന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സിറ്റിംഗ് പോസ്ചർ, നിങ്ങൾ ഇരിക്കുമ്പോൾ പോസ്ചർ കേട്ടോ, നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന ഒരു ടേബിളും ചെയറും സെറ്റപ്പ് ഉള്ളവരാണെങ്കിൽ ടേബിളിൽ ഇങ്ങനെ നടുവൊക്കെ നിവർത്തി നേരെ ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. കുറെ പേരൊക്കെ കുഷൻഡ് ചെയേഴ്സിലും, അതായത് നിങ്ങളുടെ സോഫയിലും ഗെയിമിംഗ് ചെയറിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. ഇങ്ങനെ ചാഞ്ഞിരുന്ന് ഒരു സൈഡിലേക്ക് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അത് പൊസിഷൻ നിങ്ങളുടെ ബാക്കിനും നല്ലതല്ല, നിങ്ങളെ അത് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുക നമ്മളുടെ ബാക്ക്, നമ്മുടെ സ്പൈനിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായി സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് വായിക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പോസ്ചർ. ഇനി ടേബിളും ചെയറൊന്നും ഇല്ലാത്ത ചിലപ്പോൾ മക്കൾ ബെഡിലിരുന്ന് പഠിക്കുന്നവരുണ്ടാകും. ബെഡിലിരുന്ന് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനേ ഉള്ള സൗകര്യമേ ഉള്ളെങ്കിൽ നമുക്കതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബെഡിലിരുന്ന് പഠിക്കുകയാണെങ്കിലും ഒരുപാട് കോസി ആയിട്ട്, എന്നാൽ പിന്നെ പുതപ്പും കൂടി പുതച്ച് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കാലൊക്കെ ഒന്ന് വാമാക്കി പഠിച്ചാൽ നമ്മൾ ഡെഫിനറ്റ്ലി ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടേബിളിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സിറ്റിംഗ് പോസ്ചർ ടേബിളിലല്ല, കട്ടിലിൽ ഇരിക്കുകയാണെങ്കിലും ബെഡിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റിംഗ് പോസ്ചർ സ്ട്രെയിറ്റ് ആക്കി കാല് രണ്ടും ക്രോസ് ചെയ്ത് വെച്ച് ചമ്രം മടങ്ങിയിരിക്കുക എന്ന് പറയില്ലേ, കാല് രണ്ടും ക്രോസ് ചെയ്ത് ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെച്ച് വായിക്കുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വായിക്കുമ്പം ഈ റിതമിക് മൂവ്മെന്റ്സ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഞാൻ ഒരുപാട് മക്കൾ കണ്ടിട്ട് ഇങ്ങനെ ആടി 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 ഒരു താളത്തിൽ ഇങ്ങനെ വായിച്ച് 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 പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡിക്ക് തന്നെ ഒരു താരാട്ട് പാട്ടാക്കി കൊടുക്കുകയാണ്. ചിലർ പറയും ഉറങ്ങാണ്ടിരിക്കാനാണ് മിസ്സേ അങ്ങനെ ആടുന്നത് എന്ന് പറയും. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ബോഡി ഭയങ്കര റിലാക്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരാനും ഉറക്കം വരാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആട്ടമൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നടന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നടന്ന് വായിക്കാനുള്ള സൗകര്യം, തട്ടിത്തടഞ്ഞ് വീഴില്ലെങ്കിൽ നടന്ന് വായിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഡെഫിനറ്റ്ലി യു മസ്റ്റ് വാക്ക് ആൻഡ് റീഡ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പഠിച്ച കാര്യങ്ങൾ വായിച്ച് ഇങ്ങനെ സംസാരിച്ച് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് എപ്പോഴും ഉറക്കം വരുന്നത് നമ്മൾക്ക് എന്താ പറയുക, ബ്രെയിനിന് വലിയ പണിയൊന്നും നമ്മൾ കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണം വരുന്നത്. അപ്പം നമ്മൾ രാത്രിയൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ബയോളജി ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, തിയററ്റിക്കലാണ്. അതിലിങ്ങനെ വലിയ എന്താ പറയുക ഫോർമുലാസ് അപ്ലൈ ചെയ്യാനോ അങ്ങനെ അനാലിറ്റിക്കൽ ആയിട്ടൊന്നും ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഈ തിയറി ഇങ്ങനെ കുറേ ഇരുന്ന് വായിക്കുമ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ NCERT-യിലൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഇങ്ങനെ ഒരുമിച്ച് വായിക്കുമ്പോഴൊക്കെ കണ്ണിന് സ്ട്രെയിൻ ആവാനും ക്ഷീണം വരാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, രാത്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് അനാലിറ്റിക്കൽ സബ്ജക്ട്സ് പഠിക്കാം. ഫിസിക്സോ കെമിസ്ട്രിയിലോ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഉറക്കക്ഷീണത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സബ്ജക്ട്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാവിലെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തിയററ്റിക്കൽ സബ്ജക്ട്സ് എടുക്കാം. ബയോളജി റീഡിങ്ങും NCERT റീഡിങ്ങിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ നമ്മൾക്ക് അറിയുന്ന സബ്ജക്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ഡേയും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് രാവിലെ തന്നെ ആ കുറച്ചൊരു നെഗറ്റിവിറ്റി നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഓക്കെ. പിന്നെയുള്ള ഒരു വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളത്. നിങ്ങളൊരു 2 മണിക്കൂർ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 hours അറ്റ് എ സ്ട്രെച്ചൊക്കെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. അത് ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോഴും വി നീഡ് ബ്രേക്സ്. നമ്മൾ റിലാക്സ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കാതെ നമുക്ക് ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ. അപ്പോൾ 2 hours കണ്ടിന്യൂസ് ആയിട്ടൊന്നും നിങ്ങൾ അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട. അപ്പം നിങ്ങൾ ചോദിക്കും, മിസ്സേ നമ്മൾ നീറ്റ് എക്സാമിന് അത്രയും സമയമല്ലേ ഇരിക്കുന്നത്, ഒറ്റ സ്ട്രെച്ചിലല്ലേ ഇരിക്കുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ എക്സാം എഴുതുമ്പോൾ, മോക്ക് എക്സാം എഴുതുമ്പോൾ ആഫ്റ്റർനൂൺ ടൈമിലല്ലേ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സമയം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണ്, എന്തെങ്കിലും പഠിക്കുമ്പം ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. അതായത് പോമഡോറോ മെത്തേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ 10 minutes വായിക്കുന്നു, 5 minutes ബ്രേക്ക്, 10 minutes വായിക്കുന്നു, 5 minutes ബ്രേക്ക്. അതിനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റഡി സ്ലോട്ട്സ് ആയിട്ട് ചെയ്യാം. അപ്പം രാവിലെ മുതൽ സ്ലോട്ട് 1 ഞാൻ ഫിസിക്സ് പഠിക്കുന്നു, സ്ലോട്ട് 2 ഞാൻ ബയോളജി പഠിക്കുന്നു, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ സ്ലോട്ടിനെ നിങ്ങൾ പല പല ഷോർട്ട് സ്ലോട്ടുകളായിട്ട് തിരിക്കുകയാണ്. ആദ്യത്തെ 10 minutes ഞാൻ വായിക്കും, നെക്സ്റ്റ് 5 minutes ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും, നെക്സ്റ്റ് 5 minute ബ്രേക്ക്, ലാസ്റ്റ് 5 minute ബ്രേക്ക്, അങ്ങനെ 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 നിങ്ങൾക്ക് തിരിക്കാം എങ്ങനെ വേണമെങ്കിലും. പോമഡോറോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റീവ് സ്റ്റഡി മെത്തേഡാണ്. അതായത് നമ്മുടെ സ്റ്റഡി സ്ലോട്ടിനെ നമ്മൾ ചെറിയ 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 ബ്രേക്കുകളായി തിരിച്ച് ചെറിയ ഷോർട്ട് ബ്രേക്കുകൾ എടുത്ത് നമ്മൾ
പഠിക്കുന്നു. ഓക്കെ, അത് നിങ്ങളെ പെട്ടെന്ന് പഠിച്ചത് റീകോൾ ചെയ്യാനും ബ്രെയിനിനെ ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കാനും. ഈ ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഫോണിൽ നോക്കുകയല്ല ചെയ്യുക. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസിനും റെസ്റ്റ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ സ്ക്രീൻ നോക്കി പഠിക്കുന്ന മക്കളാണെങ്കിൽ സ്ക്രീൻ ടൈം കുറച്ച് ഐസിന് റെസ്റ്റ് കൊടുക്കുന്ന ഒരു സമയമായിരിക്കണം അത്. അപ്പോൾ ലുക്ക് അവേ ഫ്രം ദ സ്ക്രീൻ. ചെറുതായിട്ടൊന്ന് നടക്കുക, നടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ റൂമിൽ കൂടെ ഒക്കെ നടക്കുക, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുക, വീട്ടിലുള്ളവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. 5 minutes ഓൺലി, അത്രയുള്ള സംസാരമേ പാടുള്ളൂ. അവിടെ ഇപ്പം നിങ്ങളുടെ പാരൻസോ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചെന്നിട്ട് പറയാം, അതെ ഞാനിപ്പോൾ ഈ സബ്ജക്റ്റാണ് പഠിച്ചത്, ഞാനിപ്പോൾ ഈ കാര്യമാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ ആ വായിച്ച കാര്യം തന്നെ അവരോട് വേണമെങ്കിൽ പറയാം, ഞാനിപ്പോൾ പഠിച്ചതുണ്ടല്ലോ ഈ ഒരു തിയറി ആയിരുന്നു, ഗോസസ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷനെ കുറിച്ച്. നിങ്ങൾക്ക് അറിയോ, അതെന്താണെന്നറിയോ? ഈ ആബിങ്ടൺ ടോട്ടോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എനിക്ക് ചുമ്മാ ചോദിക്കുക അല്ലേ. അപ്പോൾ ഇവർ കേൾക്കുമ്പോൾ ചോദിക്കും, ആബിങ്ടൺ ടോട്ടോസോ, അതെന്താ സാധനം? നമ്മുടെ വീട്ടുകാർക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് ഉണ്ടാവില്ലേ, നിങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടെന്ന് അവർക്കെങ്കിലും ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവില്ലേ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ടേക്ക് പവർ നാപ്സ് മൈ ചിൽഡ്രൻ. ബിക്കോസ് അതായത് പവർ നാപ്സ് എന്ന് പറഞ്ഞാൽ കുറേ മണിക്കൂർ കിടന്ന് ഉറങ്ങണം എന്നല്ല. നിങ്ങളിപ്പം രാത്രി ഒരുപാട് മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ആദ്യം പഠനത്തിന്റെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ചെറിയൊരു വാക്കിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഉറങ്ങുക, കുറച്ച് മണിക്കൂർ ഉറങ്ങുക, എന്നിട്ട് എണീറ്റ് പഠിക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പകലാണെങ്കിലും യു ക്യാൻ സെറ്റ് സം ടൈം ഫോർ പവർ നാപ്സ് ഇൻ യുവർ ഷെഡ്യൂൾ. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളുടെ ബോഡിക്ക് നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്തില്ല, നമ്മൾ ഉറങ്ങാണ്ട് കണ്ണും വീഴ്ച ഇങ്ങനെ 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലൊന്നും നമ്മൾക്ക് എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പഠിക്കുന്നതൊന്നും നിങ്ങളുടെ തലയിൽ ഇരിക്കാനും പോകുന്നില്ല. സോ പ്ലീസ് പ്ലാൻ യുവർ ഡേ സോ ദാറ്റ് യു ഗെറ്റ് ടൈം. ഒരു ഇടയ്ക്ക് ഒരു 15 minutes ഉറക്കം, ഹാഫ് ആൻ അവർ ഉറക്കം. ഇപ്പം നിങ്ങൾ പറയും മിസ്സേ ഞാനൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ രാത്രിയിലായിരിക്കും എണീക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആരോടെങ്കിലും നിങ്ങളെ എണീപ്പിക്കാൻ പറയണം. എന്താണെങ്കിലും പറ്റില്ല, 15 minutes എണീപ്പിക്കണം പറയാം. ഫ്രണ്ട്സിനോട് പറയാം, ഹോസ്റ്റലിലൊക്കെ ഉള്ളവരാണെങ്കിൽ സിബ്ലിങ്സിനോട് പറയാം, അല്ലെങ്കിൽ പാരൻസിനോട് പറയാം. പാരൻസ് ആണെങ്കിൽ എന്താരെങ്കിലും എണീപ്പിച്ചോളും, പ്രത്യേകിച്ച് അമ്മമാരോട് പറഞ്ഞാൽ മതി അല്ലേ. അല്ലെങ്കിൽ അലാം വെക്കാം. സോ എങ്ങനെയാണെങ്കിലും യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു എ ഷെഡ്യൂൾ. ഇറ്റ് ഇസ് ഐ എം ടെലിങ് യു, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ സ്വയം തീരുമാനിക്കാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾ മാറും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ യു വിൽ വർക്ക് ഫോർ ഇറ്റ് ആൻഡ് യു വിൽ ചേഞ്ച്. സോ വർക്ക് ഓൺ ദാറ്റ്. പിന്നെ നിങ്ങൾ ഓൺലൈൻ പഠിക്കുന്ന മക്കളാണെങ്കിൽ എസ്പെഷ്യലി യു ആർ ഓൾവേസ് ലുക്കിംഗ് അറ്റ് ദ സ്ക്രീൻ. അപ്പോൾ സ്ക്രീൻ നോക്കുന്ന സമയത്ത് കുറച്ച് സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറച്ച് വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1.5x 2x വീഡിയോസ് റിവൈസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കണ്ടുപോവാം. അതൊരു കാര്യം. പിന്നെ നിങ്ങൾ ഈ എക്സാമിൽ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണ്. സോ ട്രൈ ടു അവോയ്ഡ് ദി അതർ സ്ക്രീൻ ടൈം. വേറെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസും സ്ക്രീൻ ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഒഴിവാക്കാൻ നോക്കുക. ഇനി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കുക. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല പോലെയുള്ള പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഡയറ്റ് എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ഫുഡ്, അതായത് നല്ല പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരുപാട് എക്സസ് കാർബ്സ് കുറച്ചിട്ട് ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പനീർ, അങ്ങനെ നല്ല പ്രോട്ടീൻ സോഴ്സസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നല്ല പോലെ വെള്ളം കുടിക്കുക. ഒരു 4 liters ഒക്കെ 2.5 to 4 liters ഒക്കെ ഒരു ദിവസം വെള്ളം കുടിക്കുക. ഇതൊക്കെ അത് ഷോർട്ട് ഇൻ്റർവെൽസ് ആയിട്ട്. അതിന് വെള്ളം രാത്രി ഇരുന്ന് കുടിക്കരുത്. ഒരു വൈകിട്ട് 6 മണിക്കുള്ളിൽ നിങ്ങൾ വെള്ളം കുടിച്ച് തീർക്കുക അല്ലേ. രാവിലെ മുതൽ വൈകിട്ട് 6 മണിക്കുള്ളിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം കുടിച്ച് തീർക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത് മക്കള്? പിന്നെ സ്ക്രീൻ നിങ്ങൾ ഒരു ദിവസത്തിൽ കുറച്ച് സമയം, അതായത് 0 സ്ക്രീൻ ടൈമിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അതായത് ഞാൻ ദിവസം മുഴുവൻ പഠിച്ചു, ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുക. വാക്കിംഗ് ചെയ്യുക, എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക, ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം. ബട്ട് യു ഹാവ് ടു കീപ് യുവർ ബോഡി ആക്റ്റീവ്. യു ഹാവ് ടു സ്വെറ്റ് എവറി ഡേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് വിശക്കുള്ളൂ, കറക്റ്റ് ആവശ്യത്തിനുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുള്ളൂ. കഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക, 80-20 റൂള് ഫോളോ ചെയ്യുക. ഓക്കെ, മുഴുവൻ വയറ് നിറച്ച് കുത്തി നിറച്ച് കഴിക്കണം എന്ന് ഒരു ആവശ്യമില്ല. ഒരു 80% ഫുള്ളായാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഈ ഉറക്കക്ഷീണത്തിനെ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവരുടെയും ഉറക്കക്ഷീണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഈ ഉറക്കം ഇങ്ങനെ ഭയങ്കരമായിട്ട് വരാൻ കാരണമായിട്ടുള്ള എനി ഫാക്ടർ. ഇനി മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ശരിയാണ് അല്ലേ, നിങ്ങൾക്ക് ഉറക്കക്ഷീണം ഉറക്കം എന്താണെങ്കിലും വരും.
അതല്ലാത്തവരാണെങ്കിൽ, അല്ലാത്തവർക്ക് ക്ഷീണം വരുന്നാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടുമില്ല, അല്ലെങ്കിൽ ഈ എക്സസ് സ്ക്രീൻ ടൈം, ഐസ് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് പിന്നെ വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ റീസണിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ മക്കള് നല്ലപോലെ പഠിക്കുക. പിന്നെ നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ഉണ്ടെങ്കിൽ, ചെറിയ നല്ല മണി പ്ലാന്റോ എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് നല്ല കുറച്ച് ഓക്സിജനൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും, നിങ്ങളുടെ എയറിൽ ഉണ്ടാകും. അത് നിങ്ങളെ ഫ്രഷ് ആയിട്ടിരുന്ന് ഒരുപാട് മണിക്കൂർ പഠിക്കാനും വായിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ടിപ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഉറക്ക ക്ഷീണുണ്ടെന്ന് പറയരുത്, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതും വർക്കൗട്ട് ആയില്ലെങ്കിലും മിസ്സിനോട് പറ, അപ്പം ഞാൻ പുതിയ ഐഡിയ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്.